ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് മുരിങ്ങയിലയെ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് നാളികേരം ചിറകിയതും കുറച്ച് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാളയും പിന്നെ പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ മുരിങ്ങയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങയില അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ യോജിപ്പിച്ച് അതൊന്ന് പയ്യെ ചൂട് കയറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി ഒന്നുകൂടെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ചിരകി വെച്ചേക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നാളികേരം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തോരന് ഏതാണ്ട് ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് മൂടി വെച്ചുകൂടെ വേവിക്കാം കേട്ടോ. അവിടെ നിന്ന് വേവട്ടെ. ഇപ്പം നമ്മുടെ മുരിങ്ങയിലത്തോരൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ മുരിങ്ങയിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.